ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. മാലിന്യവാഹിനിയായി ഗുരുവായൂരിലെ വലിയ തോട് ഇപ്പോഴും ഒഴുകുന്നു. അസഹനീയമായ ദുർഗന്ധം മൂലം പരിസരവാസികൾ ദുരിതത്തിൽ തന്നെ. ഗുരുഭവനപുരിയുടെ മാലിന്യം മുഴുവൻ പേറിയൊഴുകുന്ന കറുത്തുകൊഴുത്ത മലിനജലം വലിയ തോട് പരിസരവാസികൾക്ക് വൻ ആരോഗ്യ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. കാലങ്ങളായി ഇവർ അനുഭവിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. തോടിനരികിലൂടെ നടക്കണമെങ്കിൽ മൂക്കുപൊത്തിയേ മതിയാകൂ. സെപ്റ്റിക് ടാങ്കുകളില്ലാത്ത ഒട്ടേറെ ലോഡ്ജുകളും ഹോട്ടലുകളുമാണ് ഗുരുവായൂർ നഗരത്തിലുള്ളത്. ഈ ലോഡ്ജുകളിലെയും ഹോട്ടലുകളിലെയും ശുചിമുറി മാലിന്യങ്ങൾ വൻതോതിൽ ഒഴുക്കിവിടുന്നത് വലിയ തോട്ടിലേക്കാണ്. സെപ്റ്റിക് മാലിന്യം ഒഴുക്കാൻ ലോഡ്ജ് ഹോട്ടൽ ഉടമകൾ കണ്ടുപിടിച്ച എളുപ്പവഴി അത് വലിയ തോട്ടിലേക്ക് ഒഴുക്കുക എന്നതായിരുന്നു. തെളിവ് സഹിതം പരാതി നൽകിയാൽ താൽക്കാലിക നടപടി മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുള്ളത്. എന്നാൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വലിയ തോട്ടിലേക്കുള്ള ഇവരുടെ മാലിന്യം തള്ളൽ വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്യും. പതിറ്റാണ്ടുകളായി ഇതുതന്നെയാണ് ഇവിടുത്തെ പതിവ് രീതി. ഗുരുവായൂർ നഗരസഭ ശുചിത്വ സുന്ദര നഗരമെന്നും മാലിന്യമുക്ത നഗരമെന്നും അവകാശപ്പെടുമ്പോൾ വലിയ തോടിന്റെ ദുരവസ്ഥ അധികൃതർ കാണാതെ പോവുകയാണെന്ന് നഗരസഭാ കൌൺസിലറും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ CS സൂരജ് പറഞ്ഞു. ഗുരുവായൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്തൂടെ കടന്നു പോകുന്ന വലിയ തോടിന്റെ അവസ്ഥയാണ് കാണുന്നത്. വലിയ തോട് മുഴുവൻ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. വളരെയധികം കോടികൾ ചെലവഴിച്ച് കൊട്ടിയാഘോഷം നടത്തിയ അഴുക്കുചാൽ പദ്ധതി ഇന്ന് പൂർണ്ണ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ ഗുരുവായൂർ നഗരസഭ ശുചിത്വ സുന്ദര നഗരമെന്ന് മാലിന്യമുക്ത നഗരമെന്ന് അവകാശപ്പെടുമ്പോൾ ഇത്തരം വലിയ തോടുകളടക്കം മലിനമായത് നഗരസഭ കാണാതെ പോവുകയാണ്. ഗുരുവായൂർ നിവാസികളുടെ കണ്ണിൽ പൊടിയിടുന്ന സമീപനമാണ് നഗരസഭ അധികൃതർ കൈക്കൊള്ളുന്നത്. വലിയ തോടിന്റെ പരിസരത്ത് താമസിക്കുന്നവർ തങ്ങൾക്ക് മാറാരോഗങ്ങൾ പിടിപെടുമോ എന്ന ആശങ്കയിലാണ് കഴിയുന്നതെന്നും വലിയ തോടിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതുവരെ സമരപരിപാടികളുമായി രംഗത്തു വരാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫിക്ക് നഗരസഭ അർഹമായി നമ്മൾ കാണാൻ കഴിയും. ഇത്തരം ട്രോഫികൾ നഗരസഭയ്ക്ക് കൊടുക്കുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ്, എന്ത് പരിശോധന നടത്തിയിട്ടാണ് ഇത്തരം ട്രോഫികൾ കൊടുക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മന്ത്രിയടക്കം ഉദ്യോഗസ്ഥരടക്കം കൊടുക്കുന്നത്. ഈ പ്രദേശത്തിൻ്റെ വലിയ തോടിൻ്റെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ വലിയ ആശങ്കകളാണ്. അവർക്ക് വലിയ മാറാരോഗങ്ങൾ പിടിപെടുന്ന വലിയ ആശങ്കകളാണ്. ഇവിടുത്തെ ജലസ്രോതസ്സുകൾ മുഴുവൻ മലിനമായിപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഗുരുവായൂർ നഗരസഭയ്ക്കെതിരെ ജനങ്ങളുടെ മനസ്സിൽ കണ്ണിൽ പൊടിയിടുന്ന നഗരസഭയ്ക്കെതിരെ, മാലിന്യത്തിൽ പൊടിയിടുന്ന നഗരസഭയ്ക്കെതിരെ ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ സംശയിക്കുന്നത്. ഗുരുവായൂരിലെയും ചക്കംകണ്ടത്തെയും മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായി 20 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഗുരുവായൂരിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ അഴുക്കുചാൽ പദ്ധതിയുടെ പ്ലാന്റ് ചക്കംകണ്ടത്ത് പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ വർഷം 2 മാലിന്യ പ്രശ്നത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഗുരുവായൂരിന്റെ മാലിന്യം പേറിയൊഴുകാനാണ് ഇപ്പോഴും വലിയ തോടിന്റെ വിധി. ദുരിതം പേറുന്നതോ വലിയ തോടിന് ഇരുവശത്തും താമസിക്കുന്ന സാധാരണക്കാരും. സർക്കിൾ ലൈവ് ന്യൂസ്, ഗുരുവായൂർ. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആലുകാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് classic silver ornaments, platinum pole silver. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.